സൃഷ്ടിയുടെ ആദിമ രൂപമാണ് കാളി. കാളിയുടെ രൂപം കാണുന്ന സമയത്ത് നമുക്ക് ഒരു ഭീഷണമായ സംഹാരത്തിൻ്റെ ഒരു രൂപമായിട്ടാണ് അനുഭവപ്പെടുക. പക്ഷേ താന്ത്രിക രീതിയിൽ കാളി സൃഷ്ടിയുടെ പ്രതീകമാണ്, അഥവാ സൃഷ്ടി കൃത്യം ആരംഭിക്കുന്നത് കാളിയിൽ നിന്നാണ്. ശിവന് മുകളിലായി ആണ് കാളിയുടെ സ്ഥാനം, ശിവനെ ചവിട്ടി നിൽക്കുന്ന രൂപം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ശിവനിൽ നിന്ന് പ്രപഞ്ചത്തെ ഗർഭമായി സ്വീകരിക്കുന്ന ഭാവമാണ് കാളിക്ക്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള ഇച്ഛയുടെ ദേവതയാണ് കാളി, ഇച്ഛാരൂപിണിയാണ് കാളി. 51 മുണ്ടങ്ങൾ കൊണ്ട് മാലയണിഞ്ഞ് കയ്യിൽ ഘോരമായ ആയുധങ്ങളെ പിടിച്ചുകൊണ്ട് നാക്ക് പുറത്തേക്ക് നീട്ടി നിൽക്കുന്ന ഭീകരമായ രൂപമാണ് കാളിക്ക്. എന്നാൽ അത് എക്സ്റ്റസിയുടെ രൂപമാണ്. നാക്ക് പുറത്തേക്ക് നീട്ടി നിൽക്കുന്നത് അതീന്ദ്രിയമായ ആനന്ദത്തിൻ്റെ അവസ്ഥയാണ്. ശിവനിൽ നിന്നും പ്രപഞ്ചത്തെ തന്നെയാണ് കാളി ഗർഭമായിട്ട് സ്വീകരിക്കുന്നത്. ആ ഗർഭത്തെ ഉള്ളിൽ ധരിക്കുന്നത് അടുത്ത മഹാവിദ്യയായ താരയാണ്. കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കാളിയില്ലാത്ത തറയോ കാളിയില്ലാത്ത കാവുകളോ ഇല്ല എന്നാണ് പൊതുവിൽ പറയുക. കേരളത്തിൽ അത്രയേറെ സ്വാധീനമുള്ള ഒരു ദേവതയാണ് കാളി. ബംഗാളാണ് കാളിയുടെ ഒരു പ്രധാന സ്ഥലം എന്ന് പറയാം, അഥവാ കാളീതന്ത്രത്തിൻ്റെ ഒരു ശ്യാമഭൂമി തന്നെയാണ് ബംഗാൾ. ദക്ഷിണ കാളിക കാളി പദ്ധതി ദക്ഷിണ കാളികയിലേക്ക് നീളുന്ന ഒരു പദ്ധതിയും കാലസംഘർഷിണിയിലേക്ക് നീളുന്ന മറ്റൊരു പദ്ധതിയും കാളി തന്ത്രത്തിലുണ്ട്. ജയദ്രഥയാമളം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ് ഇതിൻ്റെ അടിസ്ഥാനം. കാലത്തെ ഗ്രസിക്കുന്ന, അതായത് ശിവനും ശക്തിക്കും നടനമാടാൻ വേണ്ടി കാലത്തിൻ്റെ ക്യാൻവാസ് ഒരുക്കി കൊടുക്കുന്നത് കാലസംഘർഷിണിയായ കാളിയാണ്. സൃഷ്ടിസ്ഥിതി സംഹാര തിരോഭാവ അനുഗ്രഹങ്ങൾക്കൊടുവിൽ ഈ കാലമാകുന്ന ക്യാൻവാസിനെ തൻ്റെ ഉള്ളിലേക്ക് ഒതുക്കുന്ന, ഈ കാലത്തെ മുഴുവൻ ഗ്രസിക്കുന്നവളാണ് കാലസംഘർഷിണി അഥവാ കാളി. ശിവനും ശക്തിയും കാലദേശങ്ങളില്ലാതെ പരാസംവിത്തായിരിക്കുമ്പോൾ അതിൽ നിന്നും പ്രഥമ സ്പന്ദമായി പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനുള്ള ആദ്യത്തെ ചോദന ഉണ്ടാക്കുന്നവളാണ് കാളി. ജഡമായ ചലനമില്ലാത്ത ശിവന് മുകളിൽ ചലനാത്മകതയായി സ്പന്ദമായി ഇരിക്കുന്നവളാണ് കാളി. പ്രപഞ്ചത്തെ ഗർഭമായി സ്വീകരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന സൃഷ്ടിയുടെ ആദ്യത്തെ സ്പന്ദനമാണ് കാളി. വരുന്ന എപ്പിസോഡിൽ സൃഷ്ടിയുടെ മറ്റൊരു ഭാവമായ താരാദേവിയെക്കുറിച്ച് നമുക്ക് കേൾക്കാം. നമസ്കാരം.